വാസു സാധാരണ വാസു എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. അത് സാധിക്കാൻ പറ്റുമോ? സാധാരണ നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ സാധാരണ വാസു ഇങ്ങനെ ഒരു കഥ പോലെ കുറച്ച് സംസാരിക്കട്ടിരുന്നു. അങ്ങനെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാ എല്ലാവരുടെയും മനസ്സൊന്ന് സെറ്റ് ആവുന്നു എനിക്ക് തോന്നുന്നു. അയ്യോ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് വില വിഷമൊക്കെ ആയി പോകും. ഇവിടെ വേറെ ആയിട്ടുണ്ടോ? പിള്ളേരായിട്ടുണ്ടോ? അവരുണ്ട് കാര്യം കൂടി എനിക്ക് എന്ത് സംസാരിക്കണം അറിഞ്ഞൂടാ സത്യമായിട്ടും. ഞാൻ ഭയങ്കര ഫുഡ് തരുമോ? ഇച്ചിരി ചാവും. റൈസിന്റെ സെക്കൻഡ് പാർട്ട് പറയാം. ഞാനിങ്ങനെ ആരെങ്കിലും എന്ത് പറയണമെന്ന് ഞാൻ എന്ത് തുടങ്ങാനാ? നീ ഒരു കഥ പറഞ്ഞ കണ്ണാപ്പി, എന്നിട്ട് ഞാൻ പറയാം. ഇതാരാണ് ഈ വന്നിരുന്നേ? പുഷ്പ പഠിച്ചതല്ല. ഞാൻ വന്ന് കേറിയപ്പോഴില്ലേട്ടാ നല്ല വിളക്കം. അന്നൊരു വീഡിയോ ഇടായിരുന്നു, ഇതുവരെ ഇട്ടിട്ടില്ല, ഇപ്പോഴും ഇട്ടിട്ടില്ല. ഇതിലൊരു മാറ്റം ഇല്ലല്ലേ വാസു? അല്ലല്ല അത് എന്താ പറയാ, സാബ്ഗുരു വിളിച്ചതാ. സാബ്ഗുരു ഇപ്പൊ ഞങ്ങളിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ബിസിനസ് ഒക്കെ ഞങ്ങളതില് 5 പൈസ ഇല്ലായിരുന്നു ഇവിടെ. കാരണം ഇവന്മാരൊന്നും പണിക്കും പോകത്തില്ല, ഒന്നുമില്ല. പിന്നെ നാട്ടുകാർക്ക് ഒന്ന് കടമൊക്കെ മേടിച്ചിട്ട് ഒരു 1300 കോടിക്ക് ഈ ചന്ദ്രന് ഒരു പമ്പ് മേടിച്ചു കൊടുത്ത്. ചന്ദ്രന് പമ്പ് മേടിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മള് മറ്റേ ഗണ്ണ് ഇതൊക്കെ മേടിച്ചില്ല, ആർമറൊക്കെ മേടിച്ചില്ല, അതുപോലെ വെടിപ്പുര മേടിച്ചതുപോലെ ഇത് കുറച്ച് നാള് നമ്മുടെ ഉണ്ടാവുന്ന വിചാരിച്ചേ. പക്ഷെ 1300 കോടി രൂപ കൊടുത്ത് മേടിച്ച സാധനത്തിനകത്തുനിന്ന് 300 കോടി തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കിന് ഇത് റീ ഓപ്ഷൻ വെച്ച്. അത്ര നാളെ ഉള്ളൂ. അപ്പം 200 കോടിക്കൊക്കെ വിളിച്ചാലേ 300 കോടിയൊക്കെ കിട്ടുള്ളൂ. ചന്ദ്ര മാസം അടിച്ചു 1000 കോടി പോയി. 1000 കോടിയൊക്കെ പോയി കിട്ടി. 1000 കോടി നഷ്ടത്തുള്ള ബിസിനസ് തകർന്ന് തരിപ്പണായിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ബാക്ക് ചെയ്യുന്നത് സാബ്ഗുരു അസോസിയേറ്റ്സാ. എന്നല്ല വാസോണ്ട ബാക്കിയാണ്. പറയല്ലേ ആൾക്കാർ. അപ്പൊ പുള്ളിയാണെങ്കി നമ്മളിപ്പോ KV ആയിട്ടൊക്കെ നല്ല ടൈംസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സാബ്ഗുരു ആണ് നമുക്ക് ഫണ്ട് തരുന്നത് കൊണ്ട് സാബ്ഗുരു നേരെ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാ KV ഓൺ ചെയ്ത പമ്പ് നീയൊക്കെ ഇനി എത്ര വിളിച്ചാലും ഞാൻ കൂട്ടി വിളിക്കണം വെല്ലു വിളിച്ചിട്ട് പോരുന്നത്. ഇപ്പൊ KV സാബ്ഗുരുവിനെ തല്ല KV നടക്കണ്, തല്ലാതിരിക്കാൻ ഞങ്ങൾ നോക്കണ്. ഇപ്പൊ സാബ്ഗുരു വിളിച്ചിട്ട് പറയാനാണ് KV ആയിട്ടുള്ള പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സംസാരിക്കാം. അപ്പൊ അതിന്റെ കോള് വന്നു. അതാ ഞാൻ പിന്നെ നിങ്ങൾ ഇവിടെ നല്ലൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇതാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറിയിരുന്നു. നോക്കി വെച്ചിട്ടുണ്ട് അവന്റെ കാശിങ് മേടിക്കുന്ന ഐസില്. മനസ്സിലായണ്ണ? കൊള്ളാം. ഇടയ്ക്ക് നമ്മൾ കഴുകാനാവണം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തമാശ കേട്ടില്ലാരും കേട്ടാ. എനിക്ക് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ വൈഫ് സരക്കിന്റെ ഏതോ ഒരു എക്സ് ആയിരുന്നു. അവളിപ്പോ പുതിയൊരുത്തനെ കിട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, വീണ്ടും പോയി ചോദിച്ചോളല്ല. കാരണം സീതല്ല, വേറെ പേരാണ്. അടിച്ചു തരുവേ. നേരത്തെ ആയിഷായിരുന്നു.
അതൊക്കെ വേറെ കാലഘട്ടം. അല്ല ഞാൻ കെട്ടിച്ചിട്ടോ ഞാൻ കെട്ടിച്ചിട്ട സമയത്ത് ഐഷയുടെ പെങ്ങളായിരുന്നു സീത. ഞാൻ തന്നെ ഒരു 8 കല്യാണം നടത്തി അവളുടെ. അങ്ങനെയൊക്കെ പറയാനല്ലടാ. അല്ല ഐ മീൻ 8 കല്യാണം നടത്തി കൊടുത്തു. നിനക്ക് തിരിച്ച് CMB കൊണ്ടുവന്ന നിനക്ക് ലാവശ്യാക്കല്ലേ? പക്ഷെ ഞാൻ കാര്യം പറയട്ടാ, ഈ ബാബു ഇല്ലല്ലേ ഇവിടെ, അതാണ് ഒരു കുറവ്. അതാണ് ഒരു വലിയ കുറവ്. അതുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. ഈ ടോപ്പിക് ഇല്ലാത്ത പ്രശ്നമൊന്നും വരത്തില്ല. അവൻ തന്നെ ഒരു ടോപ്പിക് ആയതിന്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ കൗണ്ടറിലൊക്കെ വെല്ലും ഞാൻ അവനെ അടിച്ചിരുത്തും ഞാൻ ഇപ്പൊ അവനെ. സൂപ്പർ സൂപ്പർ. സ്വന്തമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് എത്രയായിരുന്നു? എന്ത് സമാസമായിരുന്നു ലാസ്റ്റ്? ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അവന് 10ഉം നിനക്ക് 1ഉം. നല്ല നല്ല മാറ്റം. നേരത്തെ 0 100 ഒരു 10 1 ആയി. 10 1 പറഞ്ഞില്ല. കൊള്ളാം. വെൽഡൺ ചന്ദ്ര. നല്ലൊരു കാര്യമാണ്. എടാ കണ്ണാപ്പി, എടാ നീ എന്താടാ ഒന്നും പറയാത്ത? നീ ഒന്ന് പറ, എന്തേലും പറ. ഞാനിന്ന് കൊറേ നമ്മൾക്കിപ്പം ഗ്യാങ്ങിന്റെ കൊറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാടാ നമ്മളെ ഗ്യാങ്ങിനെ പറ്റി പറയാൻ വിശേഷം ഏതാണ് എന്തിനു പറയാൻ ഞാൻ അതാണ് ഒന്നും പറയാത്തത്. അവിടെ ഉള്ളവരൊന്നും ഇല്ല, ഉള്ളവരൊക്കെ പോയി. പിന്നെ എന്ത് വിശേഷം പറയാൻ? പിന്നെ എല്ലാം പുതിയതായിട്ടുള്ളവരാ. അതാണ്. അപ്പൊ നിങ്ങക്ക് അവരെ ഗുലാനില്ല, പിന്നെ സ്പീഡിന്റെ അന്നത്തെ സീനില്ലേ അന്ന് അവൻ പോയി. പിന്നെ എനിക്ക് പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. പിന്നെ ഗുലാനും ഒപ്പം നിർത്തി. പിന്നെ ആരുണ്ടാ? പിന്നെ ഇറ്റാച്ചി നിർത്തി. സ്റ്റീവ് പിന്നെ ഇങ്ങോട്ട് വന്ന്. പിന്നെ ഓക്സി ഉണ്ട്, ഞാനുണ്ട്, രായനുണ്ട്, ഫ്ലഫി ഉണ്ട്, സുനിമോണ്ട്. അവൻ പിന്നെ ഇച്ചിരി വേറെ വർക്കുകൾ അതിന്റെയൊക്കെ അങ്ങനെയൊക്കെ രീതിയാക്കണം. ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ സിയോണിലെ മറ്റേ സെറ്റപ്പാ. അപ്പൊ ഇവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഇടയ്ക്ക് കൺസൈൻമെന്റ് അടിക്കാൻ നിൽക്കും. കൺസൈൻമെന്റ് അടിക്കാൻ ചെന്നപ്പോഴേ അവിടെ ചെന്നിട്ട് ഇവന്റെ മറ്റേ ഒരു ഇവന്റെ കൂടെ ഒരു മറ്റേ ഇവന്റെ ഇടത്തെ ചന്തിയായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അറിയത്തില്ലേ? അവന്റെ മെസ്സ് അവിടെ ചെന്നിട്ട് മിസ്റ്റർ എക്സിനോട് പറയാ, നിന്റെ ഒന്നും കൺസൈൻമെന്റ് നമുക്ക് വേണ്ടറാന്ന്. അവന്റെ ഞാൻ പറഞ്ഞുതരാം. അതായത് അളിയനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളെ തല്ല വരുന്ന ഒരു ഗുണ്ടേ കണക്ക് വന്ന് റോഡിൽ നിൽക്കായിരുന്നു കേട്ടോ, മെറ്റേ കളിച്ച്. നമ്മളെ അടിക്ക് വാങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഇടിച്ചിട്ട് വന്ന്. അപ്പൊ സംഭവം ഞാൻ കണ്ണാപ്പി കൂടി മിസ്ട്രക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നോണ്ടിരുന്നത് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ തിരക്കായതുകൊണ്ടാണ് അവൻ അവിടെ ആക്കിയിട്ട് പോയത്. ആളെന്ത് ചെയ്ത് പോയ പോക്കിന് അടിച്ചപ്പോഴത്തേക്കും മിസ്ട്രക്സ് വെച്ചിട്ട് ഇതാരാണ് ഇയാൾക്കാരാ ലൊക്കേഷനൊക്കെ കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു. ഉടനെ മിസ്ട്രക്സ് വണ്ടി കയറുന്നിട്ട് നീ ആറാണ് ഞാൻ മിസ്റ്റർക്സാന്ന് പറഞ്ഞു. അതേരാ മിസ്റ്റർക്സാ? മിസ്റ്റർക്സ് എങ്കിൽ എന്തെങ്കിലും ചൂടാവണേന്ന്. അപ്പൊ അന്നേരം മറ്റേ മിസ്റ്റർക്സ് നല്ല രീതിയിൽ അവന്മാർക്ക് പൊളിഞ്ഞു കേട്ടോ. അവന്മാരൊക്കെ ചൂടായി. അന്നേരം അവന്മാരെന്തോ റൈസായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ കൺസൈൻമെന്റ് വേണ്ട ഞങ്ങൾക്ക്, പിന്നെ അണ്ടി എന്ന് പറഞ്ഞു അവര് കലിപ്പിലൊക്കെ പോയി എടുത്ത്. പിന്നെ വാസു അവരെ കൂടെ പോയി സംസാരിച്ച് കുറച്ച് ഇതാക്കി. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ സംസാരിച്ചു അവിടെ വെച്ച് ഭീകര സസ്പെൻഷനും കൊടുത്ത്. പക്ഷെ ആളുണ്ടല്ലോ, ആളിപ്പോഴും അറിഞ്ഞിട്ടാണ് സസ്പെൻഷനിലാണെന്ന്. ഞാൻ അത് ഞാൻ ഓർമ്മിപ്പിക്കില്ല അവനെ. കാരണം ഇവ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും, മനസ്സിലായില്ലേ? അത് ആൾ പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നീ ഗ്യാങ്ങിൽ ഉണ്ടെന്നാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കണം. ആദ്യം ദുബായി പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കൊളംബിയയിൽ പോയ ഉണ്ടല്ലോ, സൗദി പോയി, സൂപ്പറാണ്. ഓസ്ട്രേലിയ, ഇപ്പൊ രാജ്യത്ത് ഇറങ്ങി. 30,000 രൂപ അവിടെ സൗദി ചെന്നിട്ട് 50,000 രൂപ തിരിച്ച് കടമുണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്ന്. എന്നിട്ട് ജീവിതം സത്യം. പിന്നെ റിബേക്ക് ഇടയ്ക്ക് സിറ്റിയിലൊക്കെ പറഞ്ഞതൊക്കെ പറയണേ കേട്ടോ. ഇടയ്ക്ക് ഇടയ്ക്കൊരു തിര അടിച്ചായിരുന്നു. കണ്ടില്ലേ, പുറലോത്ത് കണ്ടില്ലേ വരുന്നുണ്ടെന്ന്. എന്താ
പോടാ കൊട്ടെ. അല്ല അത് സംഭവം എന്റെ അടുത്ത് റബേക്ക പോകുന്നതിന് മുമ്പ് എന്റെ അടുത്തൊന്ന് പറഞ്ഞത് എന്ത് സരക്ക് കേട്ടോ ഞാൻ അറിയാതെ റിലേഷൻഷിപ്പിലായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വാസം ഞാനൊരു കാര്യം പറയട്ടോ, നിങ്ങളിപ്പോ അങ്ങോട്ട് വേണ്ടെന്നൊക്കെ പറയണെങ്കിലും ഒരു സമയത്ത് ഈ സിറ്റി പിടിച്ച് കുലിക്കാൻ അവളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. കേട്ടാ വാസമുണ്ടൊക്കെ ഒരുപാട് കുലിക്കാനുള്ളതാ. ഞാനോ പിന്നല്ലാണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഇതില്ല, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഞാൻ കാര്യമായിട്ട് വാസു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ ഒരു മനസ്സ് പറഞ്ഞത് ഈ വരവില് വാസുവിനെയും കൊണ്ട് ഈ വരവ് എന്റെ അണ്ണന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ. അതെ, പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം സരക്ക് റിവേക്ക് തന്നെയാണ് കേട്ടാ. അരീനെക്കാട്ടി ഇഷ്ടം നീ മാളക്കുട്ടി തിരിച്ചു വിളിച്ചു ഞാൻ സംഭവം പറയട്ടാ, അവന്റെ സൗണ്ട് മാറി അടേ ഞാൻ കാര്യം പറയട്ടെ, അവന്റെ സൗണ്ട് മാറി തുടങ്ങിയ ആദ്യമൊക്കെ ഭയങ്കര ക്യൂട്ട് സൗണ്ട് ആയിരുന്നു. അത് മാറി തുടങ്ങിയപ്പോഴാണ് അവന് കൂടി വന്നപ്പോഴത്തേക്ക് കൂടിയപ്പോഴത്തേക്ക് ഒരു ദിവസം സൗണ്ട് ഇട്ടില്ല. എന്നിട്ട് മാട കരകര സൗണ്ടിൽ എന്റെ അടുത്ത് ചന്ദ്രതിന് പിടി തൊള്ള എന്റെ പകല് ജീവൻ പോയി അറിയാവുന്ന അന്ന് എഴുതിയ അന്ന് ഡിവോഴ്സ് പക്ഷെ അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട് ആദ്യമായിട്ട് മാളക്കുട്ടിയെ കണ്ടത്. ഞാനും രായനും തമ്മിൽ ഡിബേറ്റ് ആട്ടെ BC-യിൽ പുറത്ത്. ശരിക്കുള്ള കേളാണ് സെറ്റായി. സത്യം ഞാൻ രായന് മുട്ട ഡിബേറ്റ് പുറത്ത് അളിയ സത്യം. അപ്പൊ രായ പറ അളിയ സെറ്റായി നീ നൈസായിട്ട് കൊണ്ടുവെക്കണം. എവന്റെയൊക്കെ ഞാൻ പറഞ്ഞ സാറൊക്കെ ഞാൻ വെയിറ്റ് ഞാൻ പറയാം. റിലേഷൻഷിപ്സ് ആണുള്ളത്. മറ്റേ എലിയായിട്ട് ഇപ്പം നിർത്തിയില്ല. അത് വൺ സൈഡ് അവളിങ്ങോട്ട് മാത്രം. ശരിയല്ല പള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സരക്ക് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഒരു പന്നി ഫാമുള്ള ഏതോ ഒരു മുണ്ടയുടെ കൂടെ അങ്ങ് പോയി. പന്നിക്കച്ചവടം അവന്റെ കൂടുതൽ കാശെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു. എനിക്ക് പൊളിഞ്ഞു ഞാൻ. പിന്നെ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് കോടികളുടെ സ്ഥലം മേടിച്ച് എന്താ ഇതൊക്കെ സ്കൂളൊക്കെ പണിയാണ്. അപ്പൊ നാട്ടുകാർക്ക് സംശയം തോന്നി. എന്നിട്ട് ആർക്കും ഒരു സംശയം തോന്നായിരിക്കും എന്നോട് ആ സ്നേഹം എന്ന് പറയാൻ വേണ്ടിട്ട് എലിപ്പെട്ടി പോലെ എന്തോ പറഞ്ഞ പണിതിട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് എന്റെ പേരും അടിച്ചു വെച്ച്. എനിക്കിതൊക്കെ ഭയങ്കര സസ്സായിട്ട് തോന്നി. എനിക്കിതൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. ഞാൻ പോയി ചോദിച്ചപ്പോഴാണ് ഇത്. അപ്പോഴത്തേക്കിനും അവളുടെ സംസാരത്തിലൊക്കെ ഒരു അഹംഭാവമൊക്കെ വന്നു തുടങ്ങി. ഞാൻ ആലോചിച്ച് നോക്കണേ, നമ്മൾ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത്. KV ആയിട്ടൊന്നും പ്രശ്നമൊന്നും സോൾവ് ആയില്ല. ഞാൻ ആ സമയത്ത് ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇടത്തെ സൈഡിൽ സുമതി അമ്മായി, അതിന്റെ കൂടെ എന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. മൊത്ത നടുക്ക് അപ്പാപ്പന് ബ്ലൈൻഡ് ജോക്കർ എന്നൊക്കെ അടിച്ച് ശരത്തേട്ടന് മറ്റേ ജോക്കിയെ ഇവരെല്ലാം പിടിച്ചു വെച്ചിരിക്കണേ. കാരണം എന്ന് വെച്ചാൽ ആര് ഇവരെല്ലാം ഫോട്ടോ അവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ TV-യുടെ സൈഡിൽ നിന്ന് എക്സ്ട്രീം ആയിട്ട് സംസാരിക്കാൻ ചെല്ലാൻ പോണത് ജോക്കിയാന്നറിയാം. ജോക്കിയെ സോപ്പിടാൻ വേണ്ടി ഫോട്ടോ കാണിക്കാൻ വേണ്ടി ജോക്കിയുടെ ഫോട്ടോ, എന്റെ ഫോട്ടോ, സുമതി അമ്മയുടെ ഫോട്ടോ. ആ KV ആരെങ്കിലും ഇനി ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ സുമതി അമ്മായി, അപ്പാപ്പൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫോട്ടോ എല്ലാം വെച്ചങ്ങ് ഇതാക്കി. എനിക്കാണെങ്കിൽ പിന്നാണെങ്കിൽ നമ്മൾ മുന്നിൽ ചെല്ലുമ്പോൾ ഭയങ്കര അഹംഭാവം. എന്തൊക്കെയോ ആയി, എന്തൊക്കെയോ നേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു അഹംഭാവം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ തിരക്ക്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ തർക്കിക്കാനൊക്കെ ആണെങ്കിൽ മനുഷ്യന്മാരോട് തർക്കിക്കാം. ഇവളുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന ഇടത്തെ സൈഡിൽ ഒരു കൊരങ്ങനെ, വലത്തെ സൈഡിൽ ശശിക്കൊക്ക്. എങ്ങനെ സംസാരിക്കും ഒരാളെ? എങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യും? ഒരു കൊരങ്ങനുണ്ട്, എന്തോ അവന്റെ പേരെന്തോടാ, ചിമ്പു. അവനെ കാണുമ്പോഴേ കൈവാക്കിനങ്ങ് അറിയാൻ തോന്നും. അവന്റെ ഒരു ശബ്ദവും കോട്ട് സൂട്ട് നടക്കണത് അവൻ. കോട്ട് സൂട്ട് അല്ലല്ല, വേറൊരു ഏറ്റവും നമ്മളിപ്പോ എന്തേലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ കാലിന്റെ ഇടയിൽ കൂടെ ഒരു ഫുണ്ട വരും, ശശിക്കൊക്കെന്ന്. ചവിട്ടി അങ്ങ് ആ തറയിലങ്ങ് പറ്റിക്കാൻ തോന്നും. അങ്ങ് വരച്ച് ഞെരിക്കണോ അവനെ അങ്ങ്. അതുപോലെ അവന്റെ സംസാരം ശശിക്കൊക്കെ. പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന് അങ്ങ് ഇടപഴകുക.
എന്നിട്ട് അവൻ നമ്മളെ കമ്പയർ ചെയ്യും. ഞാൻ ഫുൾ ടൈം പെണ്ണുങ്ങളുടെ കൂടെ, നിനക്ക് പെണ്ണില്ലല്ലോടാന്നൊക്കെ പറഞ്ഞ് ഈ ശശികൊക്ക് പിടിച്ച് പൊരിക്കണം. ശശികൊക്കിലേക്ക് ഓർമ്മ ഞാൻ പോകുന്നതിന് ഉണ്ടായിരുന്നു ഫുണ്ട. അവനും ആ കൊരങ്ങനും രണ്ടിനെ കാണുമ്പോഴേ ചെകുത്തേട് വരും നമുക്കങ്ങ്. ഇത് ഇങ്ങനെയൊക്കെ ആകുമ്പോ നമുക്കത് കൊണ്ടുവച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഈ ആണുങ്ങളുടെ ഇടയ്ക്ക് വരവ് കാണുമ്പോഴേ എനിക്കങ്ങ് വരവി, ആണുങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് പിന്നെയും വരവിക്കോട്ടെ. ഒരു കൊരങ്ങന്റെ കൊക്കിന്റെ ഇടക്കിടന്ന് വരുവാന്ന് പറഞ്ഞ എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമത്? ഇല്ലില്ല, സിറ്റി മാറി വന്നപ്പോ പിന്നെ കൊക്കാവാൻ പറ്റിയില്ല അവര്. അതാണ് പിന്നെ ഉണ്ടായത്. കൊക്കെടുത്ത് കളഞ്ഞ്. ഇല്ലില്ല, കൊക്കിന്റെ എലി എങ്ങനെ വിട്ടിട്ടാ കൊരങ്ങന്റെ കൂടെ പോയിരുന്ന അവസ്ഥ ആലോചിച്ചേ. എടാ അതിപ്പോ കീരിയുടെ പെണ്ണ് ടീച്ചറുടെ കൂടെ പോയില്ല, അത്രയും വരുമോ? കീരി മറ്റേ വട്ടൊക്കെ കളിച്ച് നടന്നില്ലേ? 20 മറ്റേ തൂണ് കണ്ടാലും മതില് കണ്ടാലും ആ പെണ്ണാന്ന് പറഞ്ഞ നടക്കുമായിരുന്നു ഒരു സമയത്ത്. അവള് ചീജിയിലൊരു പെയിന്റ് കൂടെ പോയി. നമ്മളിപ്പോ ഇരിക്കുന്നതിന്റെ 2 വളം അപ്പുറത്ത് കഴിഞ്ഞ ദിവസം കീരി ഞാൻ നോക്കിയപ്പോ ഒരു തീയൊക്കെ കത്തിച്ച് മുണ്ടൊക്കെ പൊക്കി നിൽക്കണം അവിടെ. ചെന്നപ്പോ തീയുടെ മണ്ടൊക്കെ ഇരിക്കണ ശവാസനം എന്ന് പറഞ്ഞു, മുട്ടയൊക്കെ പൊരിച്ച്. ഞങ്ങൾക്ക് 2 ബുൾസ് കിടക്കുന്ന അത്രയും വലുതൊന്നും എന്തായാലും അപമാനമില്ല. ഇനി ചിമ്പുവിന്റെ കൂടെ പോയാലും അങ്ങനെ ഞാൻ അങ്ങനെ ആശ്വസിച്ചോളാം. ഇനി ഇതുവരെ എന്തായാലും സംഭവിച്ചിട്ടില്ല. എടാ ഞാൻ കാര്യം പറയട്ടെ, ആ വട്ടനില്ലേ എന്നോട് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഈ പെണ്ണിന്റെ കൂടെ നടന്നു വന്നപ്പോ എന്റെ അടുത്ത് ചോദിക്കും ആരാണെന്ന്. വട്ടൻ ചോക്കടിപ്പിക്കണം അവരെയൊക്കെ. ഞാൻ മനസ്സുകൊണ്ടേ പറയാളെ, ഞാൻ അന്നേ പ്രാഗിയതാ ഇവനൊക്കെ നിന്ന് പോണേത് എങ്ങനെയും ഇവിടെ ആരുടെയും കൂടെ ഒളിച്ചോടി പോണേന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ്. ഓർമ്മ വന്നപ്പോ കൊച്ചു പോയി. അവസ്ഥയല്ലേ പാവടാ. ഇച്ചിരി മാസ്റ്റൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കീരി പഴയ ഒരു കീരിയൊക്കെയാണ് മറ്റേ കീരിക്കാടൻ ജോസ് ആ പവറിലൊക്കെ വന്നെന്ന് വിചാരിച്ചിരുന്നു. ഇതൊക്കെ ഇപ്പൊ കംബാക്ക് അടിച്ച് ലാസ്റ്റ് 2 ബിക്കൊക്കെ എടുത്ത്. ഓ പിന്നെ 10 കണ്ടന്റ് കാശിനകത്ത് ഇറക്കി. 10 വീഡിയോ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ, കീരിയുടെ വീഡിയോ മാത്രം കംബാക്ക് വീഡിയോ. എടാ നിനക്കറിയാത്തണ്ടാ മറ്റേ ഇവനൊരു 2 വർഷം കഴിഞ്ഞ് കംബാക്ക് അടിച്ച സമയമില്ലേ, അന്ന് ഹെൽമെറ്റ് പോലും ഇല്ലാത്ത ആൾക്കാരെ അടിച്ചിടുന്ന മോണ്ടേജ് 50 വട്ടം ഓടിച്ചതാ ഇവിടെ. നമ്മളൊക്കെ എന്തൊരു മണ്ടന്മാരായിരുന്നു. പറഞ്ഞ് നമുക്കൊന്നും അറിയാത്തോണ്ടിരുന്ന ഹെൽമെറ്റ് വെക്കാൻ പോലും നമുക്ക് അറിഞ്ഞൂടാന്ന്. അതല്ല, ഞാൻ ഈയിടക്ക് ഒരു ക്ലിപ്പ് കണ്ടു. എന്താ പറയട്ടെ, ഞാൻ എന്നോട് വന്ന് പറയും കേട്ടാ, എന്നാ വാറിന് മുമ്പ് ഈ തലയിൽ ഈ സാധനം വെച്ച വെടി 2 എക്സ്ട്രാ കൊള്ളാന്ന് കേട്ടോ. അപ്പൊ ഞാൻ രായനോട് പറയും, മൈര് ഒന്നാമതേ ലേറ്റ് ആയി, ഇതൊന്നും വെക്കാനുള്ള സമയമില്ല, പോവാൻ. ഹെൽമെറ്റ് പറയുന്നൊക്കെ സമയമില്ല, വണ്ടി കയറാൻ അടിക്കാൻ പോവാറ്. ഹെൽമെറ്റ് ഇല്ലാതെ വെടിയൊക്കെ ഹെൽമെറ്റും ബ്ലാക്ക് ഡ്രസ്സും ബ്ലാക്ക് ഇതൊക്കെ ഒരുത്തരം തലക്ക് വെടിവെക്കില്ല, ബോഡിയിൽ സത്യം സത്യം സത്യം. അന്ന് അറിഞ്ഞൂടല്ലടാ തലക്ക് വെടിവെച്ച അറിഞ്ഞൂടല്ലേ. ഞാൻ ഈയിടയ്ക്ക് ആരോ കൊണ്ടുവന്ന ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. ഇതൊക്കെ ഒരു കാലമല്ലേ അണ്ണാന്ന് പറഞ്ഞത്. ഹെൽമെറ്റ് വണ്ടി വേണ്ട ലേറ്റായൊക്കെ ചുന്തണ്ടി. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നായിരുന്നപ്പോഴേ ഈ ഇതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു. ഒരു വാറ് ടർഫ് ഇതൊക്കെ അടിക്കുമ്പോഴേ ഒരു വില ഉണ്ട്. ഒന്നും അറിഞ്ഞില്ല, എല്ലാം പറ്റാ. ഇതൊക്കെ എല്ലാം അറിയാം, എല്ലാം കാണാൻ പാടാൻ പഠിച്ചു വെച്ച് ഇതിന്റെ A to Z അറിയുന്നോണ്ട് മനസ്സിലായി ഒരു പരിപാടി നടക്കൂല. നമ്മള് മറ്റേ നമ്മള് തന്നെയായിരുന്നു അന്നത്തെ ഹീറോ. ഒരു ടർമിന് 4 വിക്കറ്റ് നമ്മള് ഹീറോ സ്വന്തത്തിനാ വരുന്നത്. ഇപ്പൊ അടിച്ചു ഉറക്കം വന്ന് ഇറങ്ങി കൊടുത്ത MRZന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒരു ഗ്യാങ് ആയി
വന്നോ? വെൽക്കം മിസ്റ്റർ എക്സ് എന്ന് ടി ജെ ജോസൂട്ടി. എടാ ചന്ദ്രൻ പുള്ളി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേ. നിന്റെ ഇച്ഛായനൊന്ന് എടാ ചന്ദ്രന്റെ ഇച്ഛായനാണത്. അവിടെ കളിയാക്കൽ തുടങ്ങി. ചിരിപ്പിക്കാനായിട്ട് ഈ ഇടയ്ക്ക് ഞാൻ ഒരു സാധനം കണ്ടു. മറ്റേ നമ്മളെ ഗ്യാങ്ങിലെ ലീഡർ കണ്ടിയത് എടാ അത് പുതിയ ട്രെൻഡൊക്കെ ഇപ്പോഴത്തെ താമസിയാതെ ഉണ്ടല്ലോ. അടുത്ത ഹോസ്റ്റലില് ടിവിയുടെ ലീഡർ വാസു കണ്ടീന്ന് വരും. ഉറപ്പാണ്. അതിപ്പോ പുതിയ ട്രെൻഡാ. എന്റെ കൊണ്ടുപോയി അമ്മ അത് ഇടിപ്പിക്കട്ടോ കൺഫേം. ട്രെൻഡ് കൊണ്ടുവന്നത് അവര് തന്നെയാണല്ലോ എന്തായാലും. അതല്ല കോമഡി, ഇത് ട്രെൻഡ് കൊണ്ടുവന്ന ദിവസമേ എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു ഇതാണെന്ന്. ഞാൻ ലൈവിൽ ഇരുന്നങ്ങ് അവരത് എന്നിട്ട് വാർച്ചാറ്റി പൊട്ടിച്ചിരിക്കുകയും ചെയ്തത്. റഷ്യൻ ഡിഎനില് ഷെർലോക്ക് ഹോംസ്, ഷിബു സുൽത്താന്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ റോളൊന്നും ഇല്ല ഇപ്പൊ. റോളൊന്നുമില്ല. സിറ്റിസണാണ്. MRC ബോബി വില്യം, MRC ജോക്കർ, MRC റൊസാരിയോ, MRC ഫാൽക്കൺ, MRC രാജുബായി, MRC അലൻ, MRC ഡാർക്ക്, MRC ഇക്രുമോൻ, ചാപ്സ്. ഈ ചാപ്സ് ആരാ? മറ്റേ ഇവനാണോ? ചാപ്സ് പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു. റാൻ സെബാസ്റ്റ്യൻ, ജിൻ തക്കായി, മിന്നൽ മാക്ക്, ഷിബു, ജിൻ സക്കായി, പ്രണവ് സേട്ടൻ, സെനഡക്സ് ഡൂർ, റഷ്യൻ DNL, തൊപ്പിയുണ്ട്, അംബാൻ ബ്രോ, ചാർലി, കൂപ്പർ റാം, MRC തൊപ്പി, റാംബോ ഷമീർ, ടെക്സാസും മറ്റേ ഹെൽഫയർ ടെക്സാസ് അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ അതൊക്കെയാണ്. W തൊപ്പി എന്നൊക്കെ ഇടുന്നല്ലേ ഇവിടെ. തൊപ്പി ചാച്ചിട്ടുണ്ട്. തൊപ്പി ചാച്ചിട്ടാ. തൊപ്പിട്ട് താങ്ക് യു എവരിവൺ. തൊപ്പിയിട്ടുണ്ട്. അപ്പൊ എന്നാണ് വാർ? എനിക്ക് നിത്യൊക്കെയാണ് പേടി കേട്ടാ. സംസാരമായതേ ഉള്ളൂ അണ്ണാ. ആവതില്ലാതെ 10 കിൻഡൽ ഡയലോഗ് എന്തേലും വരും ആവതില്ലാതെ എന്തേലും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കാണൂല. ഹെൽമെറ്റ് ഇല്ല ഇപ്പൊ വെല്ലുവിളി. ഇതൊക്കെ എന്താ റഹ്മാനൊക്കെ പ്രശ്നമല്ലേ? വരുമ്പോഴേ ഈ സൂക്കേട് ചൊറിയാ മതി. ചിലപ്പോ അറിയാവുന്നവരായിരിക്കും, പറയാൻ പറ്റില്ല കേട്ടോ. ടൈലർ സോറി. ഇതാരാ? ഭരതൻ ടൈലറാ? ഇതാരാ അത്? ആരോ വേറെടുത്ത വൈറ്റെക്സ് എക്സിറ്റ് TD ഇതൊക്കെ ഇതൊക്കെ എന്താ നബിയുടെ? നീ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നീ വലിയ ആളാവല്ലേ. സുമതി അമ്മയുടെ കൂടെ നടന്നിട്ട് നമ്മളടിക്കാൻ നടന്നവനാണ് നീ കേട്ടാ. വെച്ചിട്ട് നീ ആലോചിച്ച് നോക്കിയ കീരി എന്നെ വിളിച്ചു പറയാ കേട്ടാ, എന്നെ ആരോ തല്ലിക്കൊന്നു. ഞാൻ കീരി അന്ന് റൂൾസ് ഒന്നും അറിയത്തില്ലല്ലോ കേട്ടാ. നമ്മള് ലൈവ് എടുത്ത് നോക്കിട്ട് ആരെ അടിച്ചു വന്നേ നോക്കിയപ്പോ ഇത് ഇവന്റെ പോലത്തെ ഒരു ഈ ഇതിട്ട് ഇവന്റെ പേര് മനസ്സില്ല കേട്ടാ. എന്നിട്ട് അവിടെ ചെന്ന് ഇവനെ ഞാൻ വിളിച്ചോണ്ട് വന്ന് സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്ന് തല്ലിക്കൊന്ന്. അത് മാസം നേരെ വന്ന് ഓഫ്ലൈനിൽ വന്ന് വിളിച്ച് തല്ലിക്കൊന്ന്. അതിന്റെ ക്ലിപ്പായിട്ട് ഇറങ്ങി. അത് ക്ലിപ്പായിട്ടൊന്ന് അത് ഞാൻ ചെയ്തത്. അതിലൊക്കെ അവന് കോൺ കേൾക്കണ. അത് കഴിഞ്ഞപ്പോഴേ ഈ റീൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ തന്നെ ഫോർവേഡ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറയണേ, വൺ ഡേ ദ റിവെഞ്ച് വിൽ ഹാപ്പൻ. ഇപ്പോഴും അതിന് എന്റെ അടുത്ത് വന്നിട്ട്
എടാ രായ, നീ എന്നെ അടിച്ചത് ഞാൻ പകരം വിട്ടു. നീ നോയിക്കാതെ വെല്ലെടുത്തിട്ട് പോയി. നീ എന്റെ കൂടെ നടന്ന് നീ എന്നെ ഇതാക്കിയല്ലേടാ. രായന്റെ കൂടെ ഇരുന്ന് നടന്ന കണ്ണാപ്പി അത് ശരിയാണ്. രണ്ടോടാണ് സമയത്ത് ചന്ദ്രൻ എന്ത് ചന്ദ്രൻ പോയാ ചന്ദ്രനുണ്ട് അവിടെ. ചന്ദ്ര ചന്ദ്രനൊക്കെ പോയി. ചന്ദ്ര നമ്മളെ അഭിനയിക്കരുത് കേട്ടോ അത്ര എടാ കൊള്ളടാ. എടാ ഞാനേ സാറേ ഞാനങ്ങോട്ട് ഇറങ്ങുവാടാ. എനിക്ക് കേട്ടോ ഞാൻ ഇന്ന് ഓസ്റ്റിയാണേ പത്തനംതിട്ടയിൽ പോണം. വീട്ടിലോട്ട് പോവാ. നാളെ ഒരു കോളേജിലൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എവിടെയാണ് എറണാകുളത്ത്? എറണാകുളത്ത് ഇപ്പൊ ഇറങ്ങാൻ പോവാ. 12:30 ആയി. ഇനി ഇറങ്ങിയില്ല ഡിലേ ആവും. പരിപാടി നടക്കട്ടെ. ഓക്കെ ഞാൻ പോയിട്ട് വരാം. അവിടെ എന്തായാലും വന്നാലും സന്തോഷം. ഇടയ്ക്കൊക്കെ ഇറങ്ങാം. ഞാൻ ഇടയ്ക്ക് ഓക്കെ രായെന്നാ പോയിട്ട് വരാം. പോയിട്ട് വരാം. എടാ ഫ്ലഫി പോയിട്ട് വരാം. ഓക്കെ എടാ.